എറണാകുളം ശിവകുമാറുണ്ട്. ഇന്നലെ നമുക്കറിയാം നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് അവിടെ പൂരവിളംബരം ചെയ്ത എറണാകുളം ശിവകുമാർ, ഗുരുവായൂർ രാജശേഖരൻ, പല്ലാട്ട് ബ്രഹ്മദത്തൻ, തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ അതേ ദേവസ്വത്തിൽ നിന്ന് വരുന്നതാണ് ദേവിദാസൻ, മച്ചാട് ജയറാം, ബാസ്റ്റിൻ വിനയ് സുന്ദർ. പണ്ട് ബാസ്റ്റിൻ വിനയ് സുന്ദർ എന്ന ആനയെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബാസ്റ്റിൻ വിനയ് സുന്ദർ, തോട്ടക്കാട് വിനായകൻ, അരുണിമ പാർത്ഥസാരഥി, മുള്ളത്ത് ഗണപതി, മൗട്ടത്ത് രാജേന്ദ്രൻ, ഉണ്ണിമങ്ങാട് ഗണപതി, ചെത്തല്ലൂർ ദേവിദാസൻ, പുതുപ്പള്ളി അർജുനൻ, വടകുറുമ്പ ദുർഗാദാസൻ, കാളകൂത്തൽ കണ്ണൻ, കുളക്കാടൻ ഗണപതി, എഴുത്തച്ഛൻ ശങ്കരനാരായണൻ, കൂട്ടനാട് വിഷ്ണു, മനിശ്ശേരി രാജേന്ദ്രൻ, അമ്പാടി മാധവൻകുട്ടി, ബ്രാഹ്മണി ഗോവിന്ദൻകുട്ടി, ചാമപ്പുഴ ഉണ്ണികൃഷ്ണൻ, വടക്കുന്നാഥൻ ഗണപതി, വാഴ്വാടി കാശിനാഥൻ, മരുതൂർ കുളങ്ങര മഹാദേവൻ, ഒല്ലൂക്കര ജയറാം, മനുസ്വാമി മഠം വിനായകൻ, മനുസ്വാമി മഠം മനുനാരായണൻ. ഇതാണ് പാറമേക്കാവിൻ്റെ അവരിങ്ങനെ കടന്നു വരുമ്പോൾ, പാറമേക്കാവ് ഇങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ അവരുടെ കുടകളുടെ നിറം മാറ്റിക്കൊണ്ടാണ് അവർ കടന്നു വരുന്നത്. നമ്മളെല്ലാ വർഷവും കാണുന്നതാണ്. അവരുടെ യാത്ര തന്നെ കുടമാറ്റത്തോടു കൂടി തന്നെയാണ്. ഒരു മിനി പൂരം അല്ലെങ്കിൽ ഒരു മിനി കുടമാറ്റം നടത്തിക്കൊണ്ടാണ് അവർ വടക്കുന്നാഥനെ വലം വെച്ച് തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും അവരവരുടെ ഈ ആനകളെ അതുപോലെ ആ ദേശക്കാരെ അവരുടെ കുടമാറ്റത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. വലിയ അങ്ങേയറ്റം ആരോഗ്യകരമായൊരു മത്സരം അതാണ് നമ്മൾ ഈ കുടമാറ്റത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ എന്നൊന്നും പറയാൻ ഒരിക്കലും പറ്റാത്ത തരത്തിൽ, എന്നാൽ അവരുടെ കൈവശമുള്ള അത്ഭുതങ്ങൾ പരസ്പരം കാണിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് ഒരു മനസ്സിന് ആശ്വാസം സന്തോഷം പകരുന്ന കാഴ്ച സമ്മാനിച്ചാണ് ഈ കുടമാറ്റം എല്ലാ തവണയും അവസാനിക്കാറുള്ളത്. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വത്തിലെ നന്ദനൻ എന്ന ഏറ്റവും അരുമയായ ആന അതിങ്ങനെ നടന്നു വരുന്നുണ്ട്. അതിനിടവും വലവും മറ്റു പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള ഗജശ്രേഷ്ഠന്മാർ തന്നെയുണ്ട്. നമുക്ക് പൂരം, തൃശ്ശൂർ പൂരത്തിൽ അതാണ്, അവിടെ മേളക്കമ്പക്കാർക്ക് മേളമുണ്ട്. അത് പഞ്ചാരി, പാണ്ടി, അതുപോലെ ചെമ്പട കൊട്ടുന്നുണ്ട്. മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം ആസ്വദിക്കാം, അതൊക്കെയുണ്ട് അവിടെ. ആനക്കമ്പക്കാർക്ക് കേരളത്തിൽ എണ്ണം പറഞ്ഞ ആനകൾ ഇപ്പോൾ എന്താണ് ഈ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പാറമേക്കാവിനാണെങ്കിൽ ഇപ്പോൾ നന്ദനുണ്ട്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നുണ്ട്, പാമ്പാടി രാജൻ. നമ്മൾ ഈ വടക്ക് മധ്യ കേരളത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആനയാണ് പാമ്പാടി രാജൻ. അങ്ങനെ കേരളത്തിൽ എണ്ണം പറഞ്ഞ ആനകൾ അവിടെ എത്തുന്നുണ്ട്. ആനക്കമ്പക്കാർക്ക് ആസ്വദിക്കാവുന്ന ആനകൾ അവിടെ, അല്ലെങ്കിൽ കാണാൻ കഴിയുന്ന അവരുടെ പ്രിയപ്പെട്ട ആനകൾ അവിടെ വരുന്നുണ്ട്. മേളക്കമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊങ്ങാട് മധു, നമുക്കറിയാം പഞ്ചവാദ്യം എന്ന് പറയുന്ന കലാരൂപത്തിന് അതിൻ്റെ പെരുമ ലോകമാകെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കൊങ്ങാട് മധു എന്ന് പറയുന്ന ആ കലാകാരൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യ സംഘം അവിടെയുണ്ട്. കിഴക്കൂട്ട് അനിയന്മാർ, കഴിഞ്ഞ തവണയും ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പ്രാമാണ്യത്തിലായിരുന്നു വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം നടന്നത്. ഇത്തവണ ഇലഞ്ഞി ഇങ്ങനെ പൂത്തു നിൽക്കുകയായിരുന്നു. ഇലഞ്ഞി പൂത്താൽ അറിയാമല്ലോ, അതിൻ്റെ എത്രയോ ദൂരേക്ക് അതിൻ്റെ സുഗന്ധം ഇങ്ങനെ എത്തും. അങ്ങനെ ഇലഞ്ഞി പൂത്ത സുഗന്ധം ആസ്വദിച്ച് ആ നട്ടുച്ചയ്ക്ക് വലിയ വെയിലുണ്ടായിരുന്നില്ലെന്ന് ഒരു ഇളം വെയിൽ, ചെറിയ കാറ്റ്, അതൊക്കെ ആസ്വദിച്ച് ഇത്തവണ നന്നായി ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ മേളാസ്വാദകർക്ക് അതിനു പറ്റും, ആനക്കമ്പക്കാർക്ക് അതിനു പറ്റും. ഇനിയിപ്പോൾ നിറച്ചാർത്തുകളെ സ്നേഹിക്കുന്ന, നിറങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിറക്കൂട്ടുകളെ പ്രണയിക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. കുടമാറ്റം, ആ കുടമാറുന്നതിനനുസരിച്ച് നമ്മളുടെ മനസ്സിൻ്റെ ഭാവങ്ങൾ പോലും മാറുമെന്നാണ് അതിനെപ്പറ്റി പഠിച്ചവർ പറയുന്നത്. അങ്ങനെ നിറത്തിന് നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ മാനസിക നിലയൊക്കെ സ്വാധീനിക്കാൻ വലിയ കഴിവുണ്ട്. അതുകൊണ്ട് ഓരോ നിറവും നമ്മളെ ആ നിലയിൽ നമ്മളുടെ മാനസിക സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അങ്ങനെ നിറച്ചാർത്തുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ഇനി വെടിക്കെട്ട്, പ്രകമ്പനം കൊള്ളിക്കുന്ന വെടിക്കെട്ട് ഇന്ന് അർദ്ധരാത്രിയുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും അങ്ങനെ വെടിക്കെട്ടിന് തിരികൊളുത്തും. അതൊക്കെ ഉണ്ട്. ഇനി ഉപചാരം ചൊല്ലി പിരിയുക എന്നത് അല്പം സങ്കടമുള്ള കാര്യമാണ്. ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണമെങ്കിലും ആ ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ, അത് കഴിയുമ്പോഴാണ് ഇത്തവണ പൂരത്തിന് മുഴുവൻ ഞാൻ പങ്കെടുത്തല്ലോ എന്ന സന്തോഷത്തോടെ അടുത്ത പൂരം വരെ, ഒരു പൂരം മുതൽ അടുത്ത പൂരം വരെയുള്ള കാത്തിരിപ്പാണ് പൂരപ്രേമികളെ സംബന്ധിച്ചത്. ആ മേളം, എനിക്ക് തോന്നുന്നു അല്പസമയം നമുക്ക് ആ മേളം ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല. ചെമ്പട കൊട്ടി മേളവും കയറുന്നുണ്ട്, ആനകൾ ഇറങ്ങി വരുന്നുണ്ട്. പാറമേക്കാവിൻ്റെ ആനകൾ ഇങ്ങനെ നിരന്ന് നീങ്ങുന്നുണ്ട്. കൊച്ചി രാജാവിനെ വലം വെച്ച് അവർ വന്നു നിന്നാലേ
അവർ വന്ന് നിൽക്കുന്നതിനൊപ്പമായിരിക്കാം തിരുവമ്പാടിയും അവിടെ വന്ന് ഇറങ്ങുന്നത്. ആലവട്ടം, വെഞ്ചാമരം, മുത്തുക്കുടകൾ, അങ്ങനെ ആനച്ചന്തം, ആനച്ചമയം അതൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആനച്ചമയ പ്രദർശനം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ അത് കാണാൻ വന്നു. എല്ലാ തവണ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ ഉണ്ടായി എന്നാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ഒക്കെ ദേശക്കാർ, ഈ പൂര കമ്മിറ്റിക്കാർ പറഞ്ഞത്. ഇത് രാവിലെ അതിൽ ചിലരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലൊരു 19 ആനയുണ്ട്, പാറമേക്കാവിൻ്റെ കയ്യിലും ഒരു 19 ആനയുണ്ട്, നമ്മൾ 19 ആനയുണ്ട് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തോ ചെറിയ കാര്യം, നമ്മളുടെ കയ്യിൽ 19 ആനയുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിൽ എണ്ണം പറഞ്ഞ ആനകളെ മുഴുവൻ 2 കരക്കാരും 2 ദേശക്കാരും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ ഘടകപൂരങ്ങളുടെ കൂടെയും ഉണ്ട് എണ്ണം പറഞ്ഞ ആനകൾ. അപ്പോൾ ഈ കേരളത്തിലെ ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആനകൾ, നാട്ടാനകൾ മുഴുവൻ ഈ ഉത്സവ പൂരപ്പറമ്പിൽ ഈ ദിവസങ്ങളിലുണ്ട്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മാത്രമല്ല, അതിപ്പോൾ ലാലൂരിൻ്റേതാണെങ്കിലും കണിമംഗലത്തിൻ്റേതാണെങ്കിലും അല്ലെങ്കിൽ നെയ്തലക്കാവിൻ്റേതൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ കസ്റ്റഡിയിൽ ബാക്കി ആനകളുണ്ട്. അങ്ങനെ ഈ നാട്ടാന ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആനകൾ പ്രധാനപ്പെട്ടത് മുഴുവൻ പൂരപ്പറമ്പിലുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ഈ സ്വരാജ് റൗണ്ടിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം ഈ ലോറികളിൽ ആനകൾ, മനുഷ്യർ സഞ്ചരിക്കുന്നത് പോലെ ലോറികളിൽ ആനകൾ അവിടേക്ക് വന്ന് ഇറങ്ങുന്നു. എന്ന് വെച്ചാൽ അതൊരു പുതുമയുമില്ല. പൂരക്കാലത്ത് ഇതാണ് അവിടെ കാഴ്ച. അതില്ലെങ്കിൽ മാത്രമേ ഇത്തവണ ആനകളെ കാണുന്നില്ലല്ലോ, ലോറികൾ കാണുന്നില്ലല്ലോ എന്ന് ആളുകൾ ചോദിക്കുക. അങ്ങനെ പൂരം എന്ന് പറയുന്നത് അത് ഒട്ടും കുറവ് വരുത്തില്ല. പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒട്ടും കുറവ് വരത്തില്ല. എല്ലാം ഇങ്ങനെ ആവശ്യം പോലെ അവിടെ ഉണ്ടാകും. അതിമറന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ അവിടെ ഉണ്ടാകും. അതാണ് പൂരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പാറമേക്കാവിൻ്റെ തെക്കോട്ടിറക്കം തുടരുകയാണ്. അവർ തെക്കോട്ടിറങ്ങുന്നതിനൊപ്പം അവരുടെ കുടകൾ മാറുന്നുണ്ട്, കുടകളുടെ നിറങ്ങൾ മാറുന്നുണ്ട്. തിടമ്പേറ്റുന്ന ആനയ്ക്ക് മാത്രം ഒരു കുട, മറ്റു ആനകൾക്കെല്ലാം വേറൊരു കുട. അങ്ങനെ പൂരം അങ്ങനെ ആഘോഷിച്ച് തെക്കോട്ടിറങ്ങി പോകുന്നു. അപ്പോൾ തിരുവമ്പാടി അവിടെ നിന്ന് തെക്കോട്ടിറങ്ങാൻ ഒരുങ്ങുന്നു. ഒരിടത്ത് ഒരുക്കം, ഒരിടത്ത് തുടർച്ച, അതിങ്ങനെ നടക്കുകയാണ്. അനുസ്യൂതം ഓരോ ചടങ്ങുകളും തൃശ്ശൂർ പൂരത്തിന് നടക്കുകയാണ്. ശക്തൻ തമ്പുരാൻ നേരത്തെ പി ജെയിംസ് സാർ പറഞ്ഞതുപോലെ എങ്ങനെയാണോ ഈ പൂരം ഡിസൈൻ ചെയ്തത് അതുപോലെ തന്നെ അതിനൊരു കടുകുമണി തൂക്കം വ്യത്യാസം വരാതെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നീട് വന്ന ദേശക്കാരും പൂര കമ്മിറ്റിക്കാരും ഒക്കെ. എന്നാൽ അതിൽ ആചാരനിബദ്ധമായ ചില ക്ഷേത്ര ചടങ്ങുകൾ തിരുവമ്പാടിയിലും പാറമേക്കാവിലും വടക്കുന്നാഥനിലും ഈ ഘടകപൂര ക്ഷേത്രങ്ങളിലും ഒക്കെ ഉണ്ട്. അത് കൊടിയേറ്റ്, ആറാട്ട്, അതുപോലെ തന്നെ അങ്ങനെ ഇന്നിപ്പോൾ പാറമേക്കാവിൻ്റെ ഭഗവതിയെ പാണികൊട്ടി ഉണർത്തി അവിടെ തൊട്ട് പിന്നെ ക്ഷേത്ര ചടങ്ങുകളുണ്ട്, പ്രത്യേക വഴിപാടുകളും ആരാധനകളും ഉണ്ട്. അത് ആ മട്ടിൽ ഈ ആചാരങ്ങളിൽ ഒട്ടും കുറവ് വരുത്താതെ അത് അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. എന്നാൽ ഈ ജനങ്ങൾ പൗരാവലി പങ്കെടുക്കുന്ന ആഘോഷം അതിനൊരു മാറ്റവും വരുത്താതെ അവരും കൊണ്ടു നടക്കുന്നു. അങ്ങനെ പൂരം അക്കാലത്ത് രണ്ട് നൂറ്റാണ്ട് മുമ്പ്, ഏതാണ്ട് 2.25 നൂറ്റാണ്ട് ആകുന്നു പൂരം ഈ മട്ടിൽ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട്. ഓരോ പൂരം ഇന്ന് ജയരാജ് വാര്യർ രാവിലെ പറഞ്ഞതുപോലെ നമ്മൾ ഈ പൂരത്തിന് എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഈ പൂരം തന്നെ ഒരു സ്പെഷ്യലാണ്. കാരണം കഴിഞ്ഞ പൂരത്തിലെടുത്ത ഒന്നും ഈ പൂരത്തിലെടുക്കില്ല. ഇതാ നമ്മൾ ഈ കാണുന്ന കുടകൾ പോലും അടുത്ത പൂരത്തിന് ഉണ്ടാവില്ല. അടുത്ത പൂരത്തിന് വേറൊരു കുടകളാണ്, വേറെ കുടകൾ തുന്നാനുള്ള ജോലികൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുടങ്ങും. അപ്പോൾ ഈ പൂരത്തിനെടുത്തൊന്നും അടുത്ത പൂരത്തിനെടുക്കില്ല. അത് ആനച്ചമയമാവട്ടെ, കുടകളാവട്ടെ, എന്തിന് തീവട്ടി പോലും ആവട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൂരം എന്നത് സ്പെഷ്യലാണ്, അടുത്ത പൂരവും സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാ പൂരവും സ്പെഷ്യലാണ്. അത് പുതുമ മാത്രമേ പൂരത്തിനുള്ളൂ, പഴയതൊന്നുമില്ല. എന്താണ് വാടിയ പൂ പോലും അവിടെ കൊണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. വാടിയ പൂ പോലും എന്ന് വെച്ചാൽ അത് അത്രത്തോളം ഫ്രഷാണ് പൂരം എന്നാണ് ആ നാട്ടുകാർ പറയുന്നത്. പൂരക്കമ്പക്കാരും അതാണ് കരുതുന്നത്. ഇതില് വളരെ ഇതായിട്ട് തോന്നുന്നൊരു കാര്യം, ഇപ്പോഴത്തെ പൂരം ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ നെറ്റിപ്പട്ടത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു തിളക്കം, ചെങ്കതിരുകൾ വന്ന് തിളങ്ങുന്നത് അതൊരു കാഴ്ചയാണ്. പക്ഷേ രാത്രിയിലെ പൂരമാകുമ്പോൾ അത് മാറി, പന്തങ്ങൾ തെളിച്ചാണ് മറ്റേ രാത്രി പൂരം വരുന്നത്. അപ്പം ഈ ആനകളുടെ, ഞാൻ ഈ പൂരത്തിൻ്റെ കൂടെ ഒരുപാട് വർഷം നടന്നിട്ടുള്ളതുകൊണ്ട് ആനകളുടെ കണ്ണിൽ ഈ പന്തം കത്തുന്നതിൻ്റെ തിളക്കം കാണാം. ഒരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി, ഏതാണ്ട് അസ്തമിച്ച മട്ടായി. ഇനി യഥാർത്ഥത്തിൽ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ 80കളിലും 90കളിലൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്ത് കൃത്യം ഒരു 5:30 മണിക്ക് കുടമാറ്റം ആരംഭിച്ചാൽ സൂര്യൻ അസ്തമിച്ച് പോകുന്നതിന് മുമ്പേ കുടമാറ്റം തീരുമായിരുന്നു. അന്ന് ഈ വെളിച്ചത്തിൻ്റെ മുമ്പിലല്ല ഈ കുടമാറ്റങ്ങൾ നടന്നിരുന്നത്. ഇന്ന് മാറ്റം വന്നിട്ട് ഇപ്പോൾ കുടമാറ്റം ആരംഭിക്കുമ്പോൾ തന്നെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാണ് കുടമാറ്റം ആരംഭിക്കുന്നത്. ലൈറ്റുണ്ട്, LED ലൈറ്റിൻ്റെയൊക്കെ പ്രഭാവത്തിലാണ് കുടകൾ തെളിയുന്നത്. അതുകൊണ്ട് പഴയ കുടമാറ്റത്തേക്കാൾ വ്യത്യസ്തമായ രീതിയിലേക്ക് കുടമാറ്റം മാറിയിരിക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും
ഈ നിലക്കുടകൾ അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും വ്യത്യസ്തതയില്ല. പുതിയ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുടകൾ മാറി ഈ രൂപങ്ങൾ വന്നിരിക്കുന്നു. വളരെ വിശ്വാസപൂർവമായിട്ട് മഹാഗണപതിയുടെയും അതുപോലെ തന്നെ മഹാശിവൻ്റെയൊക്കെ രൂപങ്ങൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടതാണ്. അവസാനം ലോകത്തിൻ്റെ പ്രശസ്ത താരത്തിൻ്റെ വരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിൽ വലിയൊരു മാറ്റങ്ങൾ കുടമാറ്റത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. കുടമാറ്റം കാണാനാണ് ഏറ്റവും കൂടുതൽ ജനം കൂടുന്നത്. അത് വലിയ മത്സരമാണ്. തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ കഴിഞ്ഞ തവണ നമ്മൾ മാർക്കിട്ടാണ് തീരുമാനിച്ചത്. അവസാനം വരെ പാറമേക്കാവായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. അവസാനത്തെ ഒറ്റ ഇതിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സമയത്താണ് വലിയ വർണ്ണ കുടകളുമായിട്ട് അവരെത്തിയത്. തിരുവമ്പാടി എത്തി അവർ വിജയം, നമ്മുടെ ഭാഷയിൽ ആ വിജയം കൊണ്ടുപോയതെന്നാണ് നമ്മൾ അന്ന് വിധി എഴുതിയത്. എന്തായാലും ഇത് രസകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുന്നു. ഒപ്പം തന്നെ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ കലാകാരന്മാരാണ്, ഒരു വർഷത്തെ തപസ്യാണത്. കലാകാരന്മാർ, അതുപോലെ തന്നെ ഈ ആനയെ മെരുക്കി കൊണ്ടുവന്ന പാപ്പാന്മാർ, അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ, ഈ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഈ കുട തുന്നുന്നവർ, അവർ ഈ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും ഇത് ആരംഭിക്കുകയാണ്. ഒരു നിമിഷം ജെയിംസ് സാർ, ആ ദൃശ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വടം അവിടെ നിന്ന് മാറ്റി, അത് മാറ്റിയപ്പോൾ അവരെല്ലാവരും കൂടി സൈഡിൽ നിന്നും ആളുകൾ നിറഞ്ഞോടെ. ഇനിയിപ്പോൾ ഈ 30 ആനകൾ ഇതുവരെ ആനകൾക്ക് അങ്ങോട്ട് പോകാനായി, പ്രത്യേകിച്ച് പാറമേക്കാവിന്റെ ഇത് തെക്കോട്ടിറക്കം കഴിഞ്ഞതിന് ശേഷമാണ് നടുവിലുള്ള വടം മാറ്റിയത്. ജനം മുഴുവൻ ആ ഗ്യാപ്പിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യമാണ്, അല്ലാതെ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളല്ല. അത് അവിടെ ജനം ആ സ്ഥലത്തിലേക്ക് എത്തുകയാണ്. ഞാൻ അവിടെ നിന്ന് പൂരം പലതവണ കണ്ടിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. നല്ല ആരോഗ്യത്തോടെ നിന്നാൽ മാത്രമേ ആ പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും നടുവിലുള്ള സ്പേസിൽ, അതാണ് പൂരം കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം. പക്ഷെ നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ അവിടെ നിന്ന് പൂരത്തിൻ്റെ കുടമാറ്റം കാണാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നത് കാണണം, ഇവിടെ പിടിച്ചു നിൽക്കാൻ. പിന്നെ ഇതിനെക്കുറിച്ചൊരു ആക്ഷേപം നേരത്തെ ഉണ്ടായിരുന്നത് വിജയകുമാർ, ഇത് പുരുഷാധിപത്യത്തിൻ്റെ ഒരു പൂരമാണ് എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കുറേ മാറ്റം വന്നിരിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം കാണാനായിട്ടുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടുമെന്നുള്ള കൂട്ടാനുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു മാറ്റം കൂടി ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കുറിച്ച് ഇവിടെ വിജയകുമാർ പറഞ്ഞു. ഒരുപക്ഷെ ഈ നെയ്തലക്കാവ് പൂരം ഘടകപൂരങ്ങളിൽ ഒന്നാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ നെയ്തലക്കാവ് അമ്മയ്ക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഭഗവതിക്ക് ലഭിക്കുന്നു എന്നതിൻ്റെ ഒരു കാരണം അത് തിടമ്പേറ്റുന്നത് തെച്ചിലക്കോട്ടുകാവ് രാമചന്ദ്രനാണ് എന്നത് തന്നെയാണ്. കാരണം നേരത്തെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പൂര വിളംബരം പത്രങ്ങളിലൊക്കെ ചെറിയൊരു വാർത്തയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ തൃശ്ശൂരിൽ ഇറങ്ങിയ പത്രങ്ങളിലൊക്കെ 1-ാം പേജിൽ വലിയ ചിത്രത്തോടെയാണ് ഈ പൂര വിളംബരം വന്നിരിക്കുന്നത്. നെയ്തലക്കാവിൻ്റെ തിടമ്പേറ്റി തെച്ചിലക്കോട്ടുകാവ് രാമചന്ദ്രൻ വരുന്ന ദൃശ്യം അത് വല്ലാതെ ജനലക്ഷങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അല്ലെങ്കിൽ വലിയ ആരാധക വൃന്ദമുണ്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രന്. അപ്പോൾ ആ തരത്തിൽ ഈ നെയ്തലക്കാവിൻ്റെ ചെറുപൂരം തന്നെ ഇന്നലെ വലിയ വിസ്മയമായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ തലേദിവസത്തെ ആനകളുടെ കുളി പോലും വലിയതാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആനകളെ തലേദിവസം കുളിപ്പിക്കുന്ന തന്നെ ഒരു ചടങ്ങായി കാണാൻ 10,000 എത്താറുണ്ട്. അങ്ങനെ ഓരോ ദിവസവും തൃശ്ശൂർക്കാരെ കുറിച്ച് പൊതുവെയുള്ള ഒരു ആക്ഷേപമുണ്ട്. സാധാരണ പ്രാഞ്ചിയേട്ടൻ സിനിമയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ആനയും മേളവും കണ്ടാൽ കൂടെ ഭാര്യയും മക്കളാണെങ്കിൽ അവരെ ഉപേക്ഷിച്ച് മേളത്തിൻ്റെ പിറകെ പോകുമെന്നുള്ള ആക്ഷേപം തൃശ്ശൂർക്കാരെ കുറിച്ചുണ്ട്. പക്ഷെ ഒരു ആക്ഷേപമല്ല, യഥാർത്ഥത്തിൽ സംഗീതത്തെയും മേളത്തെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനതയാണ്. അത് തീർച്ചയായിട്ടും ആ തൃശ്ശൂരിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു വലിയ തനിമയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇലഞ്ഞിത്തറ മേളവും മടത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവും അതിനുശേഷം രാത്രി പൂരവും പിന്നീട് വെടിക്കെട്ടും എല്ലാം ഒരു വിസ്മയമായി മാറുന്നത്. വിജയകുമാർ, ഞാൻ പല തവണ ഈ വെടിക്കെട്ടിൻ്റെ പിറകെ പോയ ഒരാളാണ്. ജോസ് കരേരക്കാട്ടിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഒരുപാട് വർഷങ്ങൾ ഈ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇത്തവണ ഞാൻ അറിഞ്ഞത് ഈ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്താനുള്ള ലൈസൻസ് ഉള്ളവരുടെ എണ്ണം കുറവായതുകൊണ്ട് ഒരേ ലൈസൻസി തന്നെയാണ് 2 ദേവസ്വങ്ങൾക്കും വേണ്ടി ഈ വെടിക്കെട്ടിന് ലൈസൻസ് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് തയ്യാറാക്കുന്ന 2 ആൾക്കാരാണ്. അത് അവർ വിസ്മയം
അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ ചോരാതെ തന്നെ ചെയ്യുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസ് കരേരക്കാട്ടിലുള്ള സമയത്താണ് 78-ൽ ഒരു അപകടം ഉണ്ടായതൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വെടിക്കെട്ടിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് തൃശ്ശൂർ പൂരത്തിന്. നേരത്തെ 15 നിലയും 20 നിലയും നിലയമുട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. അതിൽ പ്രാവിനെ വെച്ച് വിടുമായിരുന്നു. കുരങ്ങിനെ വിട്ട ഒരു ചരിത്രമുണ്ടെന്ന് അവിടുത്തെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചു വന്ന് ആൾക്കാർ ഉപദ്രവിക്കാൻ പോയി എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. തത്തയെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നീട് പക്ഷികളുടെ വലിയത് വന്ന സമയത്ത് അപ്പോൾ അതെല്ലാം ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ഓർക്കുന്നത് 90കളിൽ ഈ പെട്രോൾ അമിട്ട് എന്നൊരു സാമ്പിൾ വെടിക്കെട്ടിന് ഈ ജോസഫ് കരേരക്കാട്ടിൽ പാറമേക്കാവിന് വേണ്ടി പരീക്ഷിച്ചു. സാമ്പിൾ വെടിക്കെട്ടിൽ 2 ലിറ്ററാണ് ഉദ്ദേശിച്ചത്, ഏതാണ്ട് 1 ലിറ്ററാണ് പ്രയോഗിച്ചത്. പക്ഷെ അത് മുകളിൽ പോയി തീഗോളമായി മാറി തിരിച്ച് ഏതാണ്ട് 100 മീറ്റർ മുമ്പാണ് അത് കത്തി അമർന്നത്. ഇല്ലെങ്കിൽ അപകടമുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പൂരം വെടിക്കെട്ടിന് അത് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് പെട്രോൾ അമിട്ട് എന്നുള്ള പുതിയ കൺസെപ്റ്റ് അതോടെ ഇല്ലാതായി. ഇങ്ങനെ വെടിക്കെട്ടിന് ഒരുപാട് ഇതുണ്ട്. വർണ്ണവിസ്മയം തീർക്കുന്ന ഒരുപാട് ഐറ്റംസ് അതിലുണ്ട്. ഇത്തവണയും നിലയമുട്ടുകളുണ്ട്, കുഴിമിന്നലുകൾ, തൃശ്ശൂർക്കാരെ അതിനെ ഗർഭം കളിക്കുന്നൊക്കെ പറയും. ആ തരത്തിലുള്ള വളരെ ഇതായിട്ടുള്ള കുഴിമിന്നലുകളുണ്ട്, പടക്കത്തിൻ്റെതുണ്ട്. പിന്നെ വർണ്ണവിസ്മയങ്ങൾ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർണ്ണവിസ്മയം അമിട്ടുകളുടെ വർണ്ണവിസ്മയം, ചൈനീസ് ടൈപ്പൊക്കെയുള്ള വർണ്ണവിസ്മയങ്ങൾ ഒരുപാട് ഒരുക്കുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ഇതെല്ലാം കഴിഞ്ഞ് 10 മണിക്ക് പൂരം കഴിഞ്ഞ് പുലർച്ചെ 3 മണിക്കാണ് വെടിക്കെട്ട് നടക്കുന്നത്. അപ്പോൾ ആ 3 മണി മുതൽ പുലർച്ചെ 6 മണി വരെ 3 മണിക്കൂറോളം നീളുന്ന വെടിക്കെട്ടാണ്. അപ്പോൾ ആ വെടിക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആകാംക്ഷ ഉണർത്തുന്ന വെടിക്കെട്ടാണ്. കാരണം വേറെ എവിടെയും ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള 2 ദേവസ്വങ്ങൾ തമ്മിലുള്ളൊരു മത്സരമായിട്ട് മാറിയിട്ടുണ്ട്. അത് എത്രയോ കാലമായിട്ട് നിലനിൽക്കുകയാണ്. വിജയകുമാർ, നമ്മൾ നേരത്തെ പാറമേക്കാവിൻ്റെ ആനകളുടെ മുഴുവൻ പേര് പറഞ്ഞു. ഇപ്പോൾ തിരുവമ്പാടിയുടെ ആനകളുടെ പേര് കൂടി പറയണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ ജെയിംസ് സാർ പറഞ്ഞപ്പോൾ എറണാകുളം ശിവകുമാറാണ് ഇന്നലെ തെക്കേ ഗോപുരനട തുറന്നു വന്നത്. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്തലക്കാവിൽ ഇന്നലെ എഴുന്നള്ളത്തത് ഇന്നാണ് അതിനുള്ള അനുമതി ഒക്കെ ആയത്. എനിക്ക് തോന്നുന്നത് ഈ നെയ്തലക്കാവ് ദേവസ്വം കോടതിയിലൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. കോടതിയിലൊക്കെ പോയി ഇത്തവണ അനുവാദമൊക്കെ വാങ്ങി ഫിറ്റ്നസ് പരീക്ഷയൊക്കെ പാസ്സായാണ് രാമനെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നത്. ഇത് ഞാൻ ഈ പറയുന്നത് തിരുവമ്പാടിയുടെ ആനകളുടെ പേരാണ്. അതിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആണ് ഭഗവതിയുടെ തിടമ്പെടുക്കുന്നത്. തിരുവമ്പാടി കണ്ണൻ, തിരുവമ്പാടി അർജുൻ, കുട്ടൻകുളങ്ങര അർജുനൻ, കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ, ശങ്കരൻകുളങ്ങര ഉദയൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ, ഗുരുവായൂർ ജൂനിയർ വിഷ്ണു, ഗുരുവായൂർ കൃഷ്ണനാരായണൻ, പുതുപ്പള്ളി സാധു, പാമ്പാടി സുന്ദരൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, പാറന്നൂർ നന്ദൻ, കുറുപ്പത്ത് ശിവശങ്കരൻ, പാക്കത്ത് ശ്രീകുട്ടൻ, ചേർപ്പുളശ്ശേരി മണികണ്ഠൻ, കരുവന്തല ഗണപതി, മച്ചാട് ഗോപാലൻ, മച്ചാട് ധർമ്മൻ, വേമ്പനാട് അർജുനൻ, താടത്താവിള രാജശേഖരൻ, വട്ടമങ്കാവ് മണികണ്ഠൻ, പേരൂർ ശിവൻ, നന്ദിലത്ത് ഗോവിന്ദ് കണ്ണൻ, വലിയപുരയ്ക്കൽ സൂര്യൻ, വലിയപുരയ്ക്കൽ ആര്യനന്ദൻ, വയലൂർ പരമേശ്വരൻ, വേണാട് നീലകണ്ഠൻ, ട്രിനിറ്റി പാർത്ഥൻ, എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ്, ആയയിൽ ഗൗരീനന്ദൻ, അയ്യപ്പത്ത് ബാലകൃഷ്ണൻ, വേമ്പനാട് വാസുദേവൻ, ചെറുശ്ശേരി രാജ, വേണാട് ആദികേശവൻ, ഒലയമ്പാടി ഭദ്രൻ, കടക്കച്ചാൽ ഗണേശൻ, വെള്ളിമൺ കൊച്ചയ്യപ്പൻ, കോതറ കൃഷ്ണ, നന്ദിലത്ത് ഗോപി കണ്ണൻ, ചീരോത്ത് ചെറിയ രാജീവ്, കളപ്പുരയ്ക്കൽ ശ്രീദേവി, തിരുവമ്പാടി ലക്ഷ്മി. ഇത് 44 ആനകളുടെ ലിസ്റ്റാണ് ഞാൻ വായിച്ചത്. ഇതിൽ തിരുവമ്പാടി വിഭാഗം ചന്ദ്രശേഖരൻ ഉറപ്പായും തിടമ്പെടുക്കും. മറ്റാനകൾ ആരെയൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്ന ദേവസ്വമാണ്. അതിൽ 15 ആനകളായിരിക്കും ഈ തെക്കോട്ടിറക്കം എന്ന സമയത്ത് കുടമാറ്റത്തിൽ പങ്കെടുക്കുക. പാറമേക്കാവിൻ്റെ തെക്കോട്ടിറക്കം ക്ഷേത്രമതിൽക്കകത്ത് പുറത്തേക്ക് വന്ന് രാജാവിൻ്റെ പ്രതിമയെ വലം വെച്ച് തിരികെ വരണം. അതുവരെ അവരുടെ തെക്കോട്ടിറക്കത്തിൻ്റെ ചടങ്ങുകൾ തുടരും. അതിനുശേഷമാണ് തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ സാധാരണയിൽ കുറച്ചുകൂടി സമയം ഈ കുടമാറ്റത്തിന് എടുക്കും. ഇപ്പോഴത് ആ കുടകളുടെ ഭംഗി മുഴുവൻ ആസ്വദിക്കാവുന്ന തരത്തിലേക്ക് വെളിച്ചമൊന്നും മങ്ങണം. അതുവരെ ഈ തെക്കോട്ടിറക്കത്തിൻ്റെ ചടങ്ങുകൾ നടക്കും. ആദ്യം ഈ ഒറ്റ നിലയുള്ള കുടകളാണ് ഉയർത്തുന്നത്. കുടമാറ്റം സ്ഥിരമായി കാണുന്ന പൂരപ്രേമികൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാം. ഒറ്റ നില കുടകളാണ് ഉയർത്തുക. അതിൽ തന്നെ പല നിറങ്ങളുണ്ടാകും. പിന്നീട് ആ കുടകളുടെ സ്വഭാവം മാറും. 2 നില കുടകളാവും. 2 നില കുടകളിൽ അടുത്ത ഘട്ടമാവുമ്പോഴേക്കും അതിൽ ചിത്രങ്ങളും വ്യത്യസ്ത നിറങ്ങളും ഉണ്ടാകും. പിന്നീട് ആ കുടകളുടെ രൂപം മാറി 4-5 നിലകളൊക്കെ ആകും.
അതിൻ്റെ മുകളിൽ രൂപങ്ങൾ ഉണ്ടാകും. പിന്നീട് ചില രൂപങ്ങൾ മാത്രമായ കുടകൾ, നമ്മൾ പരമ്പരാഗതമായ കുടകൾ, മുത്തുക്കുടകൾ, അലുക്കുകുടകൾ എന്നൊക്കെ പറയുന്നത് മാറി ചില രൂപങ്ങൾ മാത്രമാകും. അതിനുശേഷം അതും കഴിഞ്ഞപ്പോൾ LED കുടകളായി, ഇങ്ങനെ ഡിജിറ്റൽ സ്വഭാവത്തിലുള്ള കുടകളൊക്കെ, ആ മട്ടിൽ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഈ കുടകളിൽ ആവാഹിക്കുന്ന പ്രത്യേക കുടകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഓരോ പൂരത്തിനും ഓരോ ദേവസ്വത്തിനും അവരുടേതായ ചില രഹസ്യ കുടകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ ആ കുടകൾ അവിടെ ഉയർത്താറുള്ളൂ. ഈ കുടമാറ്റം അടുത്തു നിന്ന് കാണുന്നവർക്കറിയാം. ആ കുടകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് ഒരു 50 ആളുകൾ കാണും. ഒരാൾ കുട കൊണ്ടുവരുന്നു, അത് അടുത്ത ആൾ കൈമാറുന്നു, കൈമാറിപ്പോയി ആനയുടെ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതൊരാൾ വാങ്ങുന്നു. അവിടെ ആലവട്ടവും വെഞ്ചാമരവും വീശുന്നതിൽ ഒരാൾ ഈ കുട വാങ്ങുന്നു, അത് നിവർക്കുന്നു, മറ്റേ ആൾ അത് മുകളിലേക്ക് വരുന്നു. അങ്ങനെ ആ മട്ടിലാണ് കുടകൾ ഇങ്ങനെ കുടകളുടെ സഞ്ചാരം. ഈ കുടകൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാൻ വലിയ രസമാണ്. അത് വളരെ ദൂരെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്താണ് കുടകൾ ആനയുടെ പുറത്തെത്തി അത് ഉയർത്തുന്നത്. അതൊരു കല കൂടിയാണ്. ഇങ്ങനെ വേഗത്തിൽ അത് കൈമാറി ഉയർത്തി, അപ്പോഴേക്കും ആ ഉയർത്തിയ കുട അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ വാങ്ങി അത് ഇങ്ങനെ കൈമാറി അത് പോകണം. അങ്ങനെ കുടകൾ വരുന്നു, ഉയർത്തുന്നു, മാറുന്നു. ഇതാണ് ആ പറമ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച. ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന കലാകാരന്മാരെ പോലെ ഇതിനൊക്കെ ഡെഡിക്കേറ്റഡായി ഈ ജോലികൾ ചെയ്യുന്ന ദേശക്കാർ ഉണ്ട്. അവരൊക്കെ തന്നെയാണ് എല്ലാ തവണയും ഇത് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇന്ന് രാവിലെ ഞാൻ അവിടെ എത്തുമ്പോൾ വലിയ നാഷണൽ പെർമിറ്റ് ലോറികളിൽ ഈ കുടകൾ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനടുത്തു നിന്ന് പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ സാധാരണ കുടകളാണ്, ഇത് നിങ്ങൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ എടുത്ത് പ്രേക്ഷകർക്ക് കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് സാധാരണ മഞ്ഞയും പച്ചയും ചുവപ്പും വെള്ളയും ഒക്കെയുള്ള സാധാരണ കുടകളാണ്. അതിൽ പ്രത്യേകിച്ച് സസ്പെൻസോ സർപ്രൈസോ ഒന്നുമില്ല. മറ്റു കുടകൾ അവർ കൊണ്ടുവരികയില്ല. അതൊക്കെ ആ സമയത്ത് മാത്രം, അതായത് കുടമാറ്റത്തിൻ്റെ സമയത്ത് മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ഇപ്പോൾ ആ പൂരപ്പറമ്പിൽ ആരവം മാത്രമേ ഉള്ളൂ, ആളുകളുടെ ആരവം മാത്രമേ ഉള്ളൂ. മേളവും ഒക്കെയായി ആനകൾ ഗോപുര നട കടന്ന് ക്ഷേത്രമതിൽക്കകത്ത് പുറത്തേക്ക് പോയി രാജാവിൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ പണ്ടൊരു പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു കഥ കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ പ്രതിമയുടെ ഭാഗത്തൊരു പ്രതിഷ്ഠയുണ്ട്. യഥാർത്ഥത്തിൽ ആ പ്രതിഷ്ഠയുടെ അടുത്തേക്കാണ് പോകുന്നതെന്നൊരു കഥയുണ്ട്, നമുക്കറിയില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 2.25 നൂറ്റാണ്ട് 220 വർഷത്തിനപ്പുറത്തെ 218ാമത്തെ പൂരമോറ്റമാണ് ഇത്തവണ നമ്മളിങ്ങനെ കൊണ്ടാഘോഷിക്കുന്നത്. അപ്പോൾ അത്രയും പഴക്കമുണ്ട് പൂരത്തിനും പൂരത്തിൻ്റെ ചടങ്ങുകൾക്കുമൊക്കെ. അപ്പോൾ ഈ പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഈ പറയുന്ന 2.25 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ കാലാനുസൃതമായി വന്നിട്ടുണ്ട് എന്നതേ ഉള്ളൂ. പക്ഷേ ആ ചടങ്ങുകൾ അതേപടി നടക്കുന്നുണ്ട്. അപ്പോൾ അക്കാലത്ത് ഡിസൈൻ ചെയ്തതാണ് അത്. ഈ പൗരാവലി അത് ഏറ്റെടുത്ത് നടത്തുമ്പോഴും ആ ഡിസൈനിൽ കാതലായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. സമയക്രമങ്ങളിലോ അല്ലെങ്കിൽ കുടമാറ്റത്തിൻ്റെയും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള കുടകളൊക്കെ വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്ത് അതുപോലെ തന്നെ അങ്ങ് നടന്നു പോവുകയാണ് പൂരം. ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ തെക്കേ ഗോപുരനടയാണ്. തെക്കേ ഗോപുരനട നിറഞ്ഞ് കവിഞ്ഞ് ജനങ്ങൾ നിൽക്കുകയാണ്. തിരുവമ്പാടി അവിടെ നിന്ന് ഇറങ്ങാൻ, തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കം തുടങ്ങുമ്പോഴേക്കും കുറച്ചുകൂടി ഈ ആളുകൾ മുന്നോട്ടേക്ക് വരും. കാരണം അപ്പോൾ ആനകൾ ആളുകളുമായി കുറേ കൂടി അടുക്കും. നേരത്തെ ഇത്തവണ ഒരു വിവാദ സർക്കുലർ ഉണ്ടായിരുന്നു, ആനകളും തീവട്ടിയും മേളക്കാരും ആളുകളും തമ്മിലുള്ള അകലം കുറയ്ക്കണമെന്നത്. യഥാർത്ഥത്തിൽ ആ സർക്കുലറിൻ്റെ അപ്രായോഗികത ഈ ദേവസ്വം ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുക. നോക്കൂ, നമ്മളീ കാണുന്ന ഈ ദൃശ്യം, ഇവിടെ ആനകളെയും മേളക്കാരെയും തീവട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ചമയങ്ങളോ ഒക്കെ 50 മീറ്റർ അകലത്തിൽ എങ്ങനെ നിർത്താനാണെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ഈ ആനകൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ എല്ലാ പൂരക്കാലത്തും നമ്മൾ കാണുന്നതാണ്. ഈ ആൾക്കൂട്ടം ആനകൾക്കിടയിൽ നമ്മൾ എല്ലാ തവണയും കാണുന്നതാണ്. ഈ മേളം ഇതിനിടയ്ക്കൊപ്പം ഈ ആളുകൾക്കും ആനകൾക്കും ഇടയിൽ ഈ മേളക്കാരെയും നമ്മൾ കാണുന്നതാണ്. ഈ മേളക്കാരൊക്കെ സ്ഥിരമായി അതിന് പ്രമാണി മാറുമെന്നേ ഉള്ളൂ. നേരത്തെ പെരുവനം കുട്ടന്മാരാർ 24 വർഷം മേളം കൊട്ടിയതാണ്. അതിനുശേഷം കിഴക്കൂട്ട് അനിയന്മാരാർ ഇപ്പോൾ വീണ്ടും, അദ്ദേഹം ഒരു കാലത്ത് പ്രമാണിയായിരുന്നു, പിന്നീട് 24 വർഷം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം എത്തുന്നു. ഇപ്പോൾ 2 തവണ തുടർച്ചയായി അദ്ദേഹത്തെ കാണുന്നു. കൊങ്ങാട് മധു ഈ 2 വർഷം ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മേളപ്രമാണമാണ് ഈ പഞ്ചവാദ്യത്തിൽ വടത്തിൽ വരവിൽ കാണുന്നത്. അതിനു മുമ്പ് പല്ലാവൂർ ത്രയങ്ങൾ എന്നൊക്കെ പറയുന്ന വലിയ മഹാരഥന്മാരായ മേളപ്പെരുമയുടെ അങ്ങ് അത്യുന്നതകളിൽ വിരാജിക്കുന്ന പല്ലാവൂർ ത്രയങ്ങളെയൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടും വായിച്ചിട്ടുമൊക്കെ ഉണ്ട്. അവരുടെ കാലമുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ മേളക്കമ്പക്കാർ അതിൽ പലരും മൺമറഞ്ഞു പോയി. ചിലരൊക്കെ അവർക്ക് ആരോഗ്യം മോശമായതുകൊണ്ട് അവർ വരാറില്ല. എങ്കിലും നമ്മളൊക്കെ അവരുടെ ആ കാലത്തെ കണ്ടും കേട്ടും വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെ ഈ തലമുറയ്ക്ക് പരിചിതരാണ് അവരൊക്കെ ഈ പൂരപ്പറമ്പിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ളവരാണ്. അതേ കാലം അതേപോലെ തന്നെയാണ് ഈ പൂരവും അങ്ങനെ കടന്നു പോകുന്നത്. അങ്ങനെ ഈ
മേളമാണെങ്കിലും ആനകളാണെങ്കിലും ഇങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു പോവുകയും ആൾക്കൂട്ടത്തിനിടയിൽ ജീവിക്കുകയും ആൾക്കൂട്ടത്തിനിടയിൽ അത് പൂരം നടത്തുകയും അത് ആൾക്കൂട്ടം ഈ ആനകളുടെ അടുത്ത് നിന്ന് ആസ്വദിക്കും. മേളം എന്ന് പറയുന്നത് മേളം ആസ്വദിക്കുന്നവരെ അറിയാം. മേളം അതിൻ്റെ അടുത്ത് നിന്ന് കേൾക്കണം. അതായത് നമ്മൾ ഈ ഇപ്പോൾ ഈ പറയുന്ന മടത്തിൽ വരവ് പഞ്ചവാദ്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഇലഞ്ഞിത്തറ മേളമാണെങ്കിലും അത് കേട്ട് അവിടുന്ന് പോയാൽ പിന്നെ നമ്മളുടെ ഒരു 24 മണിക്കൂർ നമ്മളുടെ ചെവിയിൽ ആ മേളം നിൽക്കണം. എന്ന് വെച്ചാൽ നല്ല സദ്യയുണ്ട് വയറ് നിറഞ്ഞു പോകുന്നവർ പറയാറില്ലേ, ആ സദ്യയുടെ രുചി നാവിൽ നിന്ന് പോകുന്നില്ല. അതുപോലെയാണ് നമ്മളുടെ ചെവിയിൽ ആ മേളത്തിൻ്റെ രുചി നിൽക്കണം. എന്ന് വെച്ചാൽ ആ മേളം അതിൻ്റെ അടുത്ത് നിന്ന് കേൾക്കണം. ആ മേളം നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളണം എത്രയോ മണിക്കൂറുകൾ. അപ്പോഴാണ് നമ്മൾ മേളം ആസ്വദിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് മേളം അതിൻ്റെ അടുത്ത് നിന്ന് കേൾക്കണം, അതിൻ്റെ അടുത്ത് നിന്ന് അതിൽ കാണണം. ഒരു ചെണ്ടക്കോല് ഒരാൾക്ക് ഒരു സെക്കൻഡ് അല്ലെ, ഒരു സെക്കൻഡിൽ ഒരു തവണ മാറിപ്പോയാൽ ആ മേളം തെറ്റും. എന്ന് വെച്ചാൽ ഇത്രയും നൂറുകണക്കിന് ആളുകൾ ഒരേപോലെ ചെണ്ടയിൽ ഇങ്ങനെ കോലമർത്തുമ്പോൾ ഒരാൾ ഒരു സെക്കൻഡ് വൈകിയാണ് അത് വീശുന്നതെങ്കിൽ അത് തെറ്റും, അവിടെ പിഴവുണ്ടാവും. അങ്ങനെ പിഴവില്ലാതെ ഓർക്കണം, ഈ പറയുന്ന 200 മേളക്കാരെന്ന് വിചാരിക്കുക. ഈ 200 മേളക്കാരും 200 ദേശങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇവരാരും ഒരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്നവരല്ല. അപ്പോൾ ഇത് പാണ്ഡിമേളമാണ്. പാണ്ഡിമേളത്തിന് അതിനൊരു മനോധർമ്മമുണ്ട്. കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ മനോധർമ്മം അപ്ലൈ ചെയ്യുന്നതിന് രീതിയുണ്ട്. അത് ഈ മേളം പ്രമാണിയുടെ, അപ്പോൾ കിഴക്കൂട്ട് അനിയന്മാരാരുടെ നോട്ടം, അദ്ദേഹത്തിൻ്റെ കൈ വീശുന്നത്, അദ്ദേഹത്തിൻ്റെ കണ്ണ് ചിമ്മുന്നത്, അദ്ദേഹത്തിൻ്റെ തലയാട്ടല്, അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിലൊക്കെയാണ് ഈ ബാക്കിയുള്ള മേളം കൂടെ കൊട്ടുന്നവർ അടുത്ത കാലത്തിലേക്ക് നമ്മൾ പോകാറായി എന്നറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോട്ടം കൊണ്ട്, ഒരു കൈവീശുകൊണ്ട്, ഒന്ന് കണ്ണ് ചിമ്മുന്നത് കൊണ്ടൊക്കെ ഒരു മേളത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള പ്രഗത്ഭരായി. എനിക്കറിയില്ല ലോകത്ത് എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ലയവിന്യാസം, സിംഫണി എന്ന വാക്ക് എനിക്ക് തോന്നുന്നത് ഇതിൽ മതിയായത്. ഇത്തരമൊരു ലയവിന്യാസം ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയില്ല. പഞ്ചവാദ്യമാകട്ടെ, പാണ്ഡിമേളമാവട്ടെ, പഞ്ചാരിമേളമാവട്ടെ, ത്രിപുടയാവട്ടെ, ഇതൊക്കെ നമുക്കറിയാം. ഇതൊന്നും വേറൊരു തരത്തിലും വേറൊരു സ്ഥലത്തും ഇത് പൂരപ്പറമ്പുകൾക്കല്ലാതെ അതൊന്നും നടക്കില്ല. കാരണം ആ നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് തെറ്റിയാൽ ആ മുഴുവൻ അത് താളപ്പിഴകൾ സംഭവിക്കും. അങ്ങനെ പിഴവ് സംഭവിക്കാതെ അങ്ങനെ ക്രമീകരിച്ച് നമ്മളുടെ ചെവിയിലേക്ക് അത് എത്തുമ്പോൾ നമ്മൾ പിന്നെ ദിവസങ്ങളോളം ആ മേളത്തിൻ്റെ പെരുമ നമ്മുടെ ചെവിയിൽ നിൽക്കും. അതാണ് നമ്മൾ പറയുന്നത്, തൃശ്ശൂർ പൂരത്തിൽ നേരിട്ട് പോയാൽ പോരാ, ഈ മടത്തിൽ വരവ് പഞ്ചവാദ്യം അതിൻ്റെ അടുത്ത് നിന്ന്, കൊങ്ങാട് മധുവിനെയൊക്കെ അടുത്ത് നിന്ന് നമ്മൾ കേൾക്കണം. കിഴക്കൂട്ട് അനിയന്മാരുടെ വളരെ അടുത്ത് നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ മേളം കേൾക്കണം. അതാണ് ഇപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് നമ്മൾ തൃശ്ശൂർ പൂരം അനുഭവിച്ചറിയുന്നത്. ബാക്കിയൊക്കെ കേട്ടും കണ്ടും അറിയുകയാണ്. അനുഭവിച്ചറിയണമെങ്കിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ നിന്ന് കേട്ട് കണ്ടൊക്കെ അറിയണം. അങ്ങനല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം എലഞ്ഞിത്തറ മേളം, വിജയകുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു എലഞ്ഞിത്തറ പൂത്തിരിക്കുകയാണ്. ആ പൂത്തുലഞ്ഞു നിൽക്കുന്ന എലഞ്ഞിത്തറയിൽ ഇലകളുടെ ആട്ടത്തിന് നടുവിൽ നിന്നാണ് പതിനായിരങ്ങൾ ഈ ഇലഞ്ഞിത്തറ മേളം കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഈ പല്ലാവൂർ അപ്പുമാരാരുടെ നേതൃത്വത്തിൽ മേളപ്പെരുക്കം കണ്ട് നമ്മളൊക്കെ ഇന്നറിയ കോരിത്തരിച്ച് നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പല്ലാവൂർ ത്രയത്തെക്കുറിച്ച് ഇവിടെ വിജയകുമാർ സംസാരിച്ചത്. ഒപ്പം തന്നെ എൻ്റെ സ്വദേശം മാളയ്ക്കടുത്ത് കൊമ്പിടിയാമാക്കലാണ്, ഞങ്ങളുടെ അടുത്താണ് അന്നമനട അച്യുതമാരാർ പഞ്ചവാദ്യത്തിലെ പഞ്ചാനനൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തൃശ്ശൂർ പൂരത്തിലെ ബഹുക്കേമനായിരുന്നു അന്നമനട അച്യുതമാരാരെ പോലുള്ള എത്രയോ മഹാരഥന്മാർ, പരമേശ്വരന്മാരാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചവാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയൊക്കെ കലാകാരന്മാർ അണിനിരക്കുന്ന വലിയ വിസ്മയമാണ് തൃശ്ശൂരിൽ അരങ്ങേറുന്നത്. അത് മേളത്തിൻ്റെ മാത്രമല്ല, ശബ്ദത്തിൻ്റെയും അതുപോലെ തന്നെ വർണ്ണവിസ്മയങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയൊക്കെ അവസാന വാക്കെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. ഒരുപക്ഷെ ഈ പ്രാചീന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പൂരങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ചെയ്തതാണ്. പൂരങ്ങളുടെ പൂരം തന്നെയാണ് തൃശ്ശൂർ പൂരം, അതിൽ യാതൊരു സംശയവുമില്ല. ഇതിനേക്കാൾ വലിയ ആനകൾ വരുന്ന പൂരമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആറാട്ടുപുഴ പൂരത്തിന് 100-ലേറെ ആനകൾ എത്താറുണ്ട്. പക്ഷേ അവിടെ ആനയുടെ പൂരമാണ്. പക്ഷെ ആനയുടെ പൂരം, മേളങ്ങളുടെ പൂരം, ഒപ്പം തന്നെ മേളപ്പെരുക്കത്തിൻ്റെയും വെടിക്കെട്ടിൻ്റെയും കുടമാറ്റത്തിൻ്റെയും എല്ലാം കൂടിയുള്ള സർവത്ര പൂരം എന്ന് പറയുന്നത് അത് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ആ രീതിയിലാണ് തൃശ്ശൂർ പൂരം കെങ്കേമമാവുന്നത്. ഇപ്പോൾ ആവേശം അലയടിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ വലിയ ആവേശത്തിലാണ് ജനലക്ഷങ്ങൾ. കുടമാറ്റം ആരംഭിക്കാറായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ 6 മണി കഴിഞ്ഞിട്ടാണ് ആരംഭിച്ചത്. നേരത്തെയൊക്കെ
ഒരു 5:30 മണി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ കുടമാറ്റം ആരംഭിക്കും. ഒരു 6:45, 6:50 ആകുമ്പോഴേക്കും തീരുമായിരുന്നു. അത് 90കളിലെയും 2000ലെയും ഒക്കെ കഥയാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് വന്ന് ഇപ്പോൾ ലൈറ്റിൻ്റെയും LED ലൈറ്റിൻ്റെയും ഒക്കെ പ്രളയത്തിൽ ലൈറ്റ് അണഞ്ഞ സൂര്യൻ അസ്തമിച്ച ശേഷം ലൈറ്റിട്ട് LED ലൈറ്റിൻ്റെ ഒക്കെ മഹാപ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ കുടമാറ്റം നടന്നത്. അവിടെയാണ് മെസ്സിയുടെ അടക്കം ചിത്രങ്ങൾ ഉയർന്നത്. സ്വാഭാവികമായിട്ട് ഇത്തവണയും ഒരുപാട് അതുപോലെയുള്ള പുതിയ കാര്യങ്ങളുണ്ടാവും. ഇവിടെ ഓരോ ആനയും കടന്നു വരുമ്പോൾ വലിയ രീതിയിലുള്ള ഇതാണ്. കാരണം എല്ലാവർക്കും ഇവിടെ ആനകളെക്കുറിച്ച് അറിയാം. വിജയകുമാർ, ഒരുപക്ഷെ അത്ഭുതമായിരിക്കും നമുക്ക് എത്ര പേർക്ക് ഈ വരുന്ന ആനകളെ കണ്ടാൽ ഇന്ന ഇതാണ് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റും. പക്ഷേ തൃശ്ശൂർക്കാരിൽ പലർക്കും അതിനുള്ള ഇതുണ്ട്. അതിൽ ഏറ്റവും ക്യാമനായിട്ട് അറിയപ്പെട്ടിരുന്നത് ആന ഡേവിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കേരളത്തിലുള്ള മുഴുവൻ ആനകളെയും 1 കിലോമീറ്റർ ദൂരെ കണ്ണിൽ പെടാവുന്ന ഇതിൽ കണ്ടാൽ അതിൻ്റെ ആനയുടെ ചെവിയുടെ ഇളക്കം കണ്ട് അതിൻ്റെ കൊമ്പ് കണ്ട് കൃത്യമായിട്ട് ഇന്ന ആനയാണെന്ന് പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആനയെ മനുഷ്യരെ പോലെ തിരിച്ചറിയുന്ന മനുഷ്യനുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അങ്ങനെ ഒരുപാട് പേര് ആനയെ ഭയങ്കരമായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ജനത. അപ്പോൾ ആനകളുടെ പൂരം, മേളത്തിൻ്റെ പൂരം, നിറങ്ങളുടെ പൂരം, അതുപോലെ തന്നെ കുടമാറ്റത്തിൻ്റെ ഒക്കെ പൂരമാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നാളെ പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കാനിരിക്കുന്നത്. വെടിക്കെട്ടിനെ കുറിച്ച് ഈ വെടിക്കെട്ടിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഈ വെടിക്കെട്ടിൻ്റെ അണിയറയിൽ പോയിട്ടുണ്ട്. സാധാരണ അവിടെ കടത്താറില്ല. അപ്പോൾ ജോസ് കരേരക്കാട്ടിലുമായിട്ടുള്ള ബന്ധം വെച്ചാണ് ഞങ്ങൾ അതിൽ കയറിയത്. അപ്പോൾ അവിടെ വെടിക്കെട്ട് പുരയുണ്ട്. വെടിക്കെട്ട് പുരയിൽ ആരെയും കടത്തില്ല. പക്ഷെ അവിടെ ഞങ്ങൾ ഒളിഞ്ഞു പതിഞ്ഞ് അവിടെ നിന്നു. പക്ഷെ അത് ഒരിക്കലും പോകേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലായി. ജോസ് കരേരക്കാട്ടിലിനെ ഈ വെടിക്കെട്ടിന് തീ കൊളുത്താൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഇതാണ്, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഇത്രയും വലിയ ഒരു വെടിക്കെട്ടിന് 3 മണിക്കൂർ നീളുന്നൊരു വെടിക്കെട്ട്, ജനലക്ഷങ്ങൾ ജനകോടികൾ കാണുന്നു, ഒരു തെറ്റും വരാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹം പ്രാർത്ഥിച്ച് ഭൂമി തൊട്ട് വന്ദിച്ച് ഇതിന് തീ കൊളുത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. കൊളുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരികയാണ്. പിന്നെ ആ തീ കൊളുത്തുന്നതേ ഓർമ്മയുള്ളൂ. അയാൾ എടുത്തുകൊണ്ട് വരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലിരുന്നാണ് വെടിക്കെട്ട് കണ്ടത്. യഥാർത്ഥത്തിൽ പാടില്ലാത്തതാണ് ഇത്രയും ചങ്ക് കിലുക്കിയ ഒരു വെടിക്കെട്ട് ജീവിതത്തിൽ. കാരണം ഇതിൻ്റെ നടുവിൽ തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ടിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് വെടിക്കെട്ട് അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഒരുപക്ഷെ ആ പ്രായത്തിൻ്റെ ഇതിലെടുത്തൊരു നിലപാടാണ്. 30 വർഷം മുമ്പത്തെ കഥ ഞാൻ പറയുന്നത്. എന്തായാലും വെടിക്കെട്ട് അതൊരു വലിയ അനുഭവം തന്നെയാണ്. അപ്പോൾ ഓരോന്നും ഈ കുടമാറ്റം പോലെ, മറ്റേ പകൽപ്പൂരം പോലെ, ഇപ്പം നാളെ പകൽപ്പൂരമുണ്ട്, അറിയാലോ. പകൽപ്പൂരം ഇത് ഏതാണ്ടൊരു നാട്ടുകാരുടെ പൂരം എന്ന് പറയുന്നത് പകൽപ്പൂരമാണ്. നാളത്തെ പകൽപ്പൂരമാണ്. കാരണം ഇന്ന് കൂടുതലായിട്ടും നാട്ടുകാർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് വരുന്നത്. അവിടുത്തെ തൃശ്ശൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അതിഥികളെ സൽക്കരിക്കാനും അവരെ നോക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ട് പലരും അമ്മമാരൊക്കെ വീട്ടമ്മമാരൊക്കെ വീടുകളിൽ തങ്ങുകയും, നാളെയാണ് സ്ത്രീകളും കുട്ടികളൊക്കെ അടങ്ങുന്ന തൃശ്ശൂർ നിവാസികൾ പകൽപ്പൂരം കാണാനിറങ്ങുന്നത്. നാളെ തിരുവമ്പാടിയുടെയും അതുപോലെ തന്നെ പാറമേക്കാവിൻ്റെയും ഭഗവതിമാർ എഴുന്നള്ളുന്നു. പകൽപ്പൂരത്തിൻ്റെ മേളമുണ്ട്, അതിൻ്റെ പകൽ വെടിക്കെട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ യഥാർത്ഥ വെടിക്കെട്ട് പുലർച്ചെയാണിത്. ജെയിംസ്, അതിനിടയിൽ ഒന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ തിരുവമ്പാടിയുടെ തെക്കോട്ടിറക്കമാണ് നമ്മൾ കാണുന്നത്. തെക്കോട്ടിറങ്ങുന്ന ആന അഭിവാദ്യം ചെയ്യുകയാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ. തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് തിടം പേറ്റുന്നത്. ഇടവും വലവുമായി തിരുവമ്പാടി കണ്ണനും തിരുവമ്പാടി അർജുനനും ഉണ്ട്. ഒപ്പം കുട്ടൻകുളങ്ങര അർജുനൻ, കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ, ശങ്കരൻകുളങ്ങര ഉദയൻ, അങ്ങനെ എണ്ണം പറഞ്ഞ പേരുകേട്ട പെരുമയുള്ള തലപ്പൊക്കമുള്ള ആനകൾ ഇങ്ങനെ വരിവരിയായി തെക്കേ ഗോപുര നടയിലൂടെ വരികയാണ്. അവരിങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് കടന്നു പോകുന്നത്. ആളുകളെ മുട്ടി ആന ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച ഒരു പക്ഷേ ഈ പൂരപ്പറമ്പിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള കാഴ്ച. ഇതാ അവർ അധിക ദൂരം യാത്ര ചെയ്യില്ല. തിരുവമ്പാടി അവിടെ ഇറങ്ങി ആനകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയിലൂടെ അവരിങ്ങനെ ആ ഗോപുരനട നിറഞ്ഞാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ ഗോപുരനട നിറഞ്ഞ് ഇറങ്ങി വരികയാണ്. ഇന്നലെ നെയ്തലക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്ത് വന്ന് തെക്കേ ഗോപുരനട തുറക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എറണാകുളം ശിവകുമാർ എന്ന് പറയുന്ന ആനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആന അത് ആ ഗോപുരനടയ്ക്ക് പുറകിൽ നിൽക്കുകയാണ്. ഗോപുരനട തുറന്നിട്ടില്ല. അപ്പോൾ തുറക്കേണ്ട സമയമാകുന്നത് വരെ ആന നിൽക്കുന്നു. ആളുകളിങ്ങനെ ഒരു താരപ്രഭയുള്ള ഒരു ആനയെ കാണാൻ വേണ്ടി ആ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയുടെ
മുഴുവൻ ഭാഗത്തും എന്ന് വെച്ചാൽ അവിടെ നിറഞ്ഞ ഒരു പൂരത്തിൻ്റെ ഒരു കുടമാറ്റത്തിൻ്റെ അത്രയും ആളുകൾ. ഞാൻ അത് അന്വേഷിച്ചപ്പോൾ പണ്ടൊന്നും ഈ ഗോപുരനട അല്ലെങ്കിൽ ഈ തെക്കേ ഗോപുരം തുറക്കുക എന്ന് പറയുന്ന ആ ചടങ്ങിന് വളരെ കുറച്ച് ആളുകളെ വരാറുള്ളൂ. ഒരു ക്ഷേത്ര ചടങ്ങെന്ന മട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ പിന്നീട് അതിന് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, എറണാകുളം ശിവകുമാർ, അങ്ങനെ പ്രധാനപ്പെട്ട ആനകൾ ഇങ്ങനെ വന്നതോടുകൂടി അതൊരു ഇവൻ്റായി മാറി. അതൊരു പൂരത്തിലെ ഒരു ഇവൻ്റായി മാറി. നമ്മളിപ്പോൾ കാണുന്ന ഇന്നലെ ആ ദൃശ്യങ്ങളിൽ കാണാം. ആ സമയമായപ്പോഴേക്കും അവിടെ നിറഞ്ഞ് ആളുകളെത്തി. അത് ഈ ആനകളെ അത്രത്തോളം ഹൃദയത്തിൽ, അവരുടെ രക്തത്തിൽ ആനകളെ ഇഷ്ടപ്പെടുന്ന, അതൊരു ഹരമായി, അതൊരു പ്രേമമായി, അതൊരു പ്രണയമായൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു വലിയ ജനാവലി. അത് തൃശ്ശൂർ മാത്രമല്ല, കേരളം മുഴുവനുണ്ട്. എനിക്കറിയാം എത്രയോ ആളുകൾ ഈ ഉത്സവ പറമ്പുകളിൽ ആനയെ കാണാൻ വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ പ്രവാസികളായവരൊക്കെ ഈ ഉത്സവകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പൂരം കാണാൻ വേണ്ടി ലീവ് എടുത്ത് വരുന്നു. ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച, 2 ദിവസമെങ്കിൽ 2 ദിവസം, അങ്ങനെയുള്ളവരെ നമ്മളിന്ന് പൂരപ്പറമ്പിൽ കണ്ടു. അപ്പോൾ അവരൊക്കെ ഈ ആനകളെ കാണാനൊക്കെയായി വരുന്നവരാണ്. അപ്പോൾ അത്തരക്കാരൊക്കെ ഈ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, അല്ലെങ്കിൽ ഗുരുവായൂർ നന്ദനൻ, അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പാമ്പാടി രാജൻ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തൃക്കടവൂർ ശിവരാജു, അത് ദേവസ്വം, ഇവിടെ നമ്മുടെ ഈ കൊല്ലത്തുള്ള തൃക്കടവൂർ ദേവസ്വത്തിൻ്റെ ശിവരാജു എന്ന ആനയ്ക്ക് ആരാധകർ. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് പോലെ ആനപ്രേമികൾ ഇങ്ങനെ ആരവത്തോടുകൂടി ഈ ആനയ്ക്കൊപ്പം നടക്കുന്നത് നമ്മൾ എത്രയോ ഉത്സവ പറമ്പുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പരസ്പരം മത്സരിക്കുന്നതും കാണാറുണ്ട്. ഏതാണ് തലപ്പൊക്കമുള്ളത്? അതിപ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത തരത്തിൽ അത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ആന, അവരുടെ ഹൃദയത്തിൽ അതായിരിക്കും ഏറ്റവും തലപ്പൊക്കമുള്ള ആന. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആ ഭയങ്കര അരുമ മൃഗങ്ങളോടുള്ള അവരുടെ ഹൃദയ വാത്സല്യമൊക്കെ അതിങ്ങനെ ഈ പൂരക്കാലത്ത് ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആനകളെ രാവിലെ ഈ ദേശക്കാർ അവരുടെ തട്ടകങ്ങളിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും ഇന്ന് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ പ്രവാഹമായിരുന്നു. കാരണം അവിടുന്നാണ് രാമൻ എഴുന്നള്ളുന്നത്. അപ്പോൾ ഏകഛത്രാധിപതിക്ക് സ്വാഗതം, അല്ലെങ്കിൽ രാമരാജാവിന് സ്വാഗതം. നമ്മളവിടെ ചെല്ലുമ്പോൾ ഫ്ലക്സുകൾ കാണാം. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടെ വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണല്ലോ തൃശ്ശൂർ. അവിടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ അവരുടെ ഫാൻസ് ഇപ്പോൾ ആനകളുടെ രാമരാജാവിന് സ്വാഗതം എന്ന് പറഞ്ഞൊരു വലിയ ഫ്ലക്സ്, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പടം അവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പിന്നെ തിരുവമ്പാടിയുടെ സ്വത്താണ്. അത് ആന അത്രമേൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ നമുക്ക് വാക്കുകളില്ല. അവരുടെ ആ ദേശക്കാരുടെ ആ ആനയോടുള്ള സ്നേഹം.